ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്വാദിഷ്ടമായ ഒരു മധുര പലഹാരമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കണ്ണൂരിൻ്റെ സ്വന്തം കണ്ണൂരപ്പം അല്ലെങ്കിൽ പഞ്ചാരയപ്പം. ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായി 2 കപ്പ് പച്ചരി നന്നായി കഴുകി 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറിന് ശേഷം ഇതിലുള്ള എക്സ്ട്രാ വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തതാണിത്. ഇതിന് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോറ് ചേർക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഏലക്കാപ്പൊടി അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇനി അരക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് അല്പം തരിയുള്ള രീതിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരി ഏകദേശം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനി ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാവിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചാരയപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇതിനെ അടച്ചു വെച്ച് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ മാവ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ ബബിൾസോട് കൂടി മാവ് നന്നായി പൊളിച്ചു വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ഇതിലൊരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പം ഉണ്ടാക്കി എടുക്കുന്നതിനായി ഇതുപോലൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും ഏകദേശം 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇതുപോലെ പൊങ്ങി വരുന്നത് കാണാം. ഈ സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഒരു അല്പം കൂട്ടിക്കൊടുത്തതിന് ശേഷം ഓരോ അപ്പങ്ങളായി തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കറിയാം കണ്ണൂരപ്പത്തിൻ്റെ ഒരു സൈഡ് നല്ല വൈറ്റ് ആയിട്ടും മറ്റേ സൈഡ് നല്ല ബ്രൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ തിരിച്ചിടണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത 2 സൈഡും ഒരുപോലെ പൊങ്ങി വരുന്നത് കാണാം. ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ താഴത്തെ വശം നല്ല ബ്രൗൺ ആയി കിട്ടുന്നത് വരെ ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ അകത്തും നന്നായി കുക്കായിട്ടുണ്ടാകും. ഇനി അഥവാ തിരിച്ചിടണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് മറ്റേ വശത്തോട്ടേക്ക് ഇടണം, ഇല്ലെങ്കിൽ ഈ വശവും ബ്രൗൺ ആയി പോകും. ഇപ്പം നമ്മുടെ അപ്പം ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ മറ്റേ വശം നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് കോരിയെടുക്കാം. ഇതിൻ്റെ എണ്ണയൊന്ന് സ്ട്രെയിനായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ചൂടോടുകൂടി ഒരു സ്റ്റീൽ പാത്രത്തിലിട്ട് അടച്ചു വെക്കണം. കാരണം ഇത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബ്രൗൺ ഭാഗം അല്പം ഒരു കട്ടിയിലും വൈറ്റ് പോർഷൻ നല്ല സോഫ്റ്റുമായിട്ടാണ് ഉണ്ടാവുക. ഇത് 2 വശവും ഒരുപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഇതുപോലെ ബാക്കി അപ്പങ്ങളും ചുട്ടെടുക്കാം. നമ്മളിവിടെ മീഡിയം ഒരു മധുരം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മധുരം നോക്കിയിട്ട് പോരാ എന്നുണ്ടെങ്കിൽ അല്പം പൊടിച്ച പഞ്ചസാര ചേർത്ത് ആ മാവിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എണ്ണയൊന്ന് സ്ട്രെയിനായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാത്രത്തിലിട്ട് അടച്ചു വെക്കാൻ മറക്കരുത്. അങ്ങനെ ആറിക്കഴിയുമ്പോഴേക്കും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അത്രയും സ്പഞ്ചി ആയിട്ടുള്ള കണ്ണൂരപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.